അതായത് വനവാസ കാലത്ത് രാമനും ലക്ഷ്മണൻ വന്ന് രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. അതുകൊണ്ടാണ് രാമക്കൽമേട്ട് പേര് വന്നത്. നമ്മൾ സീ ലെവലിൽ 3500 ഹൈറ്റ്. നമ്മളെ എങ്ങോട്ട് വയ്ക്കണം? അവിടെ വയ്ക്കണം. മാമിയുടെ അടുത്ത് പോയി താട്ടുകുഴി അങ്ങോട്ട് പോയി. ഈ താഴെ അമ്പലം കാണും കേട്ടോ. കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രമേ തുറക്കത്തുള്ളൂ. ആ റോഡ് കണ്ടോ? ആ റോഡിന്റെ ഇരുവശങ്ങൾ തെങ്ങുകളാ. പിന്നെ ഉണ്ടയായിട്ട് നിൽക്കണ്ടോ? ക്രിസ്മസ് കുട്ടികൾ പോലെ നിൽക്കുന്നുണ്ട്. അത് വാളൻപുളി എന്ന് പറയും. താഴെ ഗ്രൗണ്ടിൽ പച്ചയായിട്ട് നിൽക്കുന്നുണ്ടോ? വിവിധതരം പച്ചക്കറികൾ, തക്കാളി, ബീൻസ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ അതുപോലുള്ള പച്ചക്കറികളാണ് നമ്മുടെ കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്ഥലം. തമിഴ്നാട്. നമ്മളിപ്പോൾ ഓൾറെഡി തമിഴ്നാട്. നമ്മൾ വണ്ടി കിടക്കുന്ന കേരളത്തിൽ, നമ്മൾ തമിഴ്നാട്ടിലാണ്. ഈ നേരെ പോയി കിടന്ന കോമ്പ എന്ന ടൗൺ ആണ്. കോമ്പ. അതുകൊണ്ടാണ് നമ്മൾ കോമ്പമുക്ക് എന്ന് പറഞ്ഞില്ലേ ആ ജംഗ്ഷൻ. അതുകൊണ്ട് കോമ്പമുക്ക് നിന്നേക്കുന്നത്. ഇതിന്റെ ഇപ്പുറത്തെ കാണുന്ന സ്ഥലമാണ് പണ്ണപ്പുറം എന്ന് പറയും. നമ്മുടെ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ജന്മസ്ഥലമാണ്. അതിനപ്പുറമാണ് തേവാരം. പച്ചക്കറികൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളം പോലെ കാണും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതിലെ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പൂപ്പാറ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ അങ്ങനെ പോകാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പറയുന്നത് ആ മലയുണ്ട്. ഇവിടെ ഒരു മൂന്നാമത്തെ മല. ആ മലയുടെ അപ്പുറത്ത് അരിക്കൊമ്പനെ പിടിച്ച് നേരെ അപ്പുറത്തെ മലയിലേക്ക് മേഘമല. അതിനെ മണ്ടേ കൊണ്ടുപോയി അവിടെ നിന്ന് പതുക്കെ നടന്നിറങ്ങി. നിങ്ങളോട് ഞാൻ ഇപ്പം പറഞ്ഞ മുന്തിരിപ്പാട് എന്ന് പറഞ്ഞില്ലേ, ആ വെള്ള കാണുന്ന സ്ഥലത്താണ് മുന്തിരിപ്പാട്. കണ്ടോ? ഈ മലയുടെ നേരെ കാണുന്നത് ആ മുന്തിരിപ്പാടത്തിന് അവിടെ ഒന്ന് ഇറങ്ങി പതുക്കെ നടന്നിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് പിന്നെ അവനെ തള്ളി വിട്ടു. കയറ്റി വിട്ടു. പിന്നെ ഇറങ്ങി ഈ വെള്ള കാണുന്ന ടൗൺ കണ്ടോ? അത് ബോഡി എന്ന് പറയും. ബോഡി എന്ന് പറഞ്ഞാൽ കേക്കെപ്പെട്ടി. അവിടെ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് പതുക്കെ തിരുനെല്വേലിയിലേക്ക് പായ്ക്കുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ കഥ. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ പോകാൻ പോകും. നമ്മുടെ വണ്ടി കിടക്കുന്നത് അവിടെ. അതിന്റെ നേരെ മുകളിൽ കാണുന്ന സ്റ്റാച്ചു, കുറവൻകുറുത്തി സ്റ്റാച്ചു. അതിന്റെ പ്രത്യേകത ഇടുക്കി ഡാം ബന്ധിപ്പിച്ചേക്കുന്ന 2 മലകൾ തമ്മിലാണ്, കുറവൻ മല, കുറുത്തി മല. അപ്പോൾ അതിന്റെ സ്മരണയ്ക്ക് വേണ്ടി കുടുംബ സമൂഹത്തിലെ 2 പേരെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ആ നിർമ്മിതി ശില്പികൾ എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴ കാനായി കുഞ്ഞിരാമന്റെ ശിഷ്യൻ ജിന്നൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവർ ഉണ്ടാക്കിയേക്കുന്നത് ഈ ജിന്നന്റെ ശിഷ്യൻ ഹരിലാൽ എന്ന് പറഞ്ഞ പുള്ളിയാണ്. ബാലരാമപുരംകാരനാണ്. തിരുവനന്തപുരം. ആ പുള്ളിയാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതാണ് ഇവിടെ കാണാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഈ ഓരോ പാർക്ക് കാണുമ്പോഴും മുകളിൽ 15 രൂപ എക്സ്ട്രാ കൊടുക്കും. പിന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 15 രൂപ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ 25 രൂപ പറഞ്ഞോളും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഐഡിയ ഒന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. അതെ, സമ്മതിച്ചു.